ആകാശവാണി. നമസ്കാരം. ആകാശവാണി തിരുവനന്തപുരം വാർത്താവിഭാഗം അവതരിപ്പിക്കുന്ന സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ലോക സമ്പദ് വ്യവസ്ഥയിൽ 5ാം സ്ഥാനമാണ് ഇന്ത്യയ്ക്കുള്ളത്. വരും വർഷങ്ങളിൽ 4ാം സ്ഥാനത്തേക്കോ 3ാം സ്ഥാനത്തേക്കോ ഉയരുമെന്ന പ്രതീക്ഷയിലാണ് രാജ്യം. 2025-26 കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഫെബ്രുവരി 1 അവതരിപ്പിക്കുകയാണ്. ഈ അവസരത്തിൽ ഇന്ത്യൻ ജനത ഏറെ പ്രതീക്ഷകളോടെയാണ് ബജറ്റിനെ കാത്തിരിക്കുന്നത്. വരാനിരിക്കുന്ന ബജറ്റ് ഇന്ത്യയുടെ തൊഴിൽ ശക്തിയെ മുന്നോട്ട് നയിക്കുന്ന പ്രധാന മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് സ്റ്റാർട്ടപ്പുകളെയും MSMEകളെയും പിന്തുണയ്ക്കുമെന്നും AI നയിക്കുന്ന സമ്പദ് വ്യവസ്ഥയ്ക്കായി നൈപുണ്യ സംരംഭങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. വിവിധ മേഖലകളിലുള്ളവർ വരാനിരിക്കുന്ന ബഡ്ജറ്റിനെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ പങ്കുവയ്ക്കുകയാണ് ഇന്നത്തെ സ്പോട്ട്ലൈറ്റിലൂടെ. അവതരണം ശ്രീലത. ബജറ്റിനെക്കുറിച്ചുള്ള പ്രതീക്ഷകളുമായി ആദ്യം നമ്മോടൊപ്പം ചേരുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുൻ CGMഉം സാമ്പത്തിക വിദഗ്ധനുമായ ശ്രീ S. ആദികേശവ്. ഇതിൽ വളരെ പ്രധാനം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചാ നിരക്ക് തന്നെയായിരിക്കും. ലോകത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും ഉയർന്ന വളർച്ചാ നിരക്ക് ഇന്നും ഭാരതത്തിൻ്റെതാണെങ്കിലും 23-24 സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് നമ്മുടെ സമ്പദ്ഘടന കുറഞ്ഞ തോതിലാണ് നടപ്പ് സാമ്പത്തിക വർഷം പ്രകടനം നടത്തിയിരിക്കുന്നത്. അതിൻ്റെ വളർച്ചാ നിരക്ക് 2ാം പാദത്തിലെ കണക്കനുസരിച്ച് 5.4% കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നാം ഓർക്കേണ്ടത് നമ്മുടെ വളർച്ചാ നിരക്ക് 8.2 എന്നുള്ള ഉയർന്ന നിരക്കായിരുന്നു. അതോടൊപ്പം വിലക്കയറ്റമാണെങ്കിൽ ഉയർന്നു തന്നെ നിൽക്കുന്നു. നമ്മൾ ലാക്കാക്കുന്ന 6% തൊട്ടു താഴെ എന്ന് മാത്രം എന്നുള്ളതാണ് ഒരു ആശ്വാസം. റിസർവ് ബാങ്കിൻ്റെ ഉയർന്ന പലിശ നിരക്കിൻ്റെ നടപടികളൊക്കെ വന്നിട്ടും ഫുഡ് ഇൻഫ്ലേഷൻ, നിത്യോപയോഗ സാധനങ്ങളുടെയും ആഹാര വസ്തുക്കളുടെയും ഭക്ഷ്യവസ്തുക്കളുടെയും ഒക്കെ വിലക്കയറ്റം ഏകദേശം 8 അല്ലെങ്കിൽ 9% എത്തി നിൽക്കുന്നു. കൂടാതെ നമ്മുടെ അന്താരാഷ്ട്ര തലത്തിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ എത്തിയതോടുകൂടി വിദേശ വ്യാപാര രംഗത്ത് എന്തെല്ലാം മാറ്റങ്ങളുണ്ടാവും, നമ്മുടെ കയറ്റുമതിക്കുള്ള ഡിമാൻഡ് താഴോട്ട് പോകുമോ എന്നുള്ള കാര്യങ്ങളെയൊക്കെ കുറിച്ച് ആഗോളതലത്തിൽ തന്നെ നിലയ്ക്ക് ചിന്തിക്കുന്നുണ്ട്. ആ മേഖലയിൽ നമുക്ക് ആശങ്കയുമുണ്ട്. രൂപയുടെ വിനിമയ നിരക്കാണെങ്കിൽ കഴിഞ്ഞ ഏതാനും നാളുകളായിട്ട് കാര്യമായിട്ടുള്ള ഒരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. വിദേശ നാണ്യ ശേഖരം, നമുക്കെന്നും കരുത്തായിട്ടിരുന്നിട്ടുള്ള വിദേശ നാണ്യ ശേഖരം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ $70,000 കോടി ആയിരുന്നത് അത് കുറഞ്ഞ് $662,500 കോടി എന്ന നിലയിലേക്ക് താഴ്ന്നിട്ടുണ്ട്. ഗ്രാമീണ മേഖലയിലെ ഡിമാൻഡ് പൊതുവെ പറയപ്പെടുന്നത് ഇപ്പോൾ നഗര മേഖലയെ അപേക്ഷിച്ച് കൂടുതലാണെങ്കിലും കാര്യമായ ഡിമാൻഡ് നമ്മുടെ വിപണിയിൽ ഇന്ന് കാണുന്നില്ല. വലിയ കമ്പനികൾക്കൊക്കെ ലാഭം കൂടുതൽ ഉണ്ടാവുന്നുണ്ടെങ്കിലും റവന്യൂ വലുതായിട്ട് വികസിക്കപ്പെടുന്നില്ല. ഈ നടപടികളിൽ ഏറ്റവും പ്രധാനം അടിസ്ഥാന സൗകര്യ മേഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള നീക്കിയിരുപ്പ് കഴിഞ്ഞ വർഷങ്ങളിലെ ട്രെൻഡിന് സമാനമായിട്ട് തന്നെ വകയിരുത്താൻ സാധിച്ചാൽ അത് നല്ല കാര്യം. കാരണം റോഡ്, റെയിൽവേ, പിന്നെ തുറമുഖം, ഈ മാതിരിയുള്ള മേഖലകളിലെ നിക്ഷേപം സർക്കാരിൻ്റെ നിക്ഷേപമാണ് ഇപ്പം മുന്നിട്ട് നിൽക്കുന്നത്. സ്വകാര്യ മേഖലയുടെ നിക്ഷേപം ഇനിയും മേഖലകളിലേക്ക് അത്ര കണ്ട് കാര്യമായിട്ട് വന്നിട്ടില്ല. ധനക്കമ്മി നമുക്ക് പിടിച്ചു നിർത്തുകയും വേണം. പക്ഷേ വികസനത്തിന് വേണ്ടി പണം കണ്ടെത്തണം. ജനക്ഷേമത്തിന് വേണ്ടി ഇപ്പോൾ PM കിസാൻ പോലെ അക്കൗണ്ടിലേക്ക് പൈസ എത്തിക്കുന്ന കർഷകർക്കുള്ള സബ്സിഡി, വളത്തിൻ്റെ സബ്സിഡി, അതേപോലെ തന്നെ ഭക്ഷ്യ സുരക്ഷയ്ക്ക് വേണ്ടി റേഷൻ അരി അടക്കമുള്ള കാര്യത്തിന് വേണ്ടിയിട്ടുള്ള നീക്കിയിരുപ്പ്, ജനക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള വിഭവങ്ങൾ കണ്ടെത്തുക, ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? പുതിയ എന്തെങ്കിലും നയം, പ്രത്യേകിച്ചുള്ള ഒരു പാക്കേജ് പോലെയുള്ള എന്തെങ്കിലും ധനമന്ത്രി കൊണ്ടുവരുമോ എന്നുള്ളതാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ബഡ്ജറ്റിൽ ഉറ്റുനോക്കുവാനുള്ളത്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ കാർഷിക മേഖലയുടെ പങ്ക് സുപ്രധാനമാണെന്ന് നമുക്കറിയാം.
ഗ്രാമീണ ജനസംഖ്യയുടെ വലിയൊരു ഭാഗം ഉപജീവനത്തിനായി കൃഷിയെ ആശ്രയിക്കുന്നു. ഭക്ഷ്യസുരക്ഷ, ഭക്ഷ്യസംസ്കരണം തുടങ്ങിയ വിവിധ വ്യവസായങ്ങൾക്കും സാമ്പത്തിക വികസനത്തിനും ആഗോള വ്യാപാരത്തിനും ഇത് പിന്തുണ നൽകുന്നു. മുൻകാല ബജറ്റിൽ കാർഷിക മേഖലയ്ക്ക് വേണ്ട പ്രാധാന്യം കൊടുത്തിരുന്നു. ഈ ബജറ്റിൽ എന്തൊക്കെ പ്രതീക്ഷകളാണ് ഉള്ളതെന്ന് വ്യക്തമാക്കുകയാണ് തൊടുപുഴ കർഷക ഓപ്പൺ മാർക്കറ്റ് അഥവാ കാറ്റ്സിന്റെ ചെയർമാനും റിട്ടയർഡ് അധ്യാപകനുമായ ശ്രീ KG ആന്റണി. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് കർഷകർ വളരെയേറെ പ്രതീക്ഷയോടുകൂടിയാണ് ഓരോ ബഡ്ജറ്റുകളെയും കാണുന്നത്. ബഡ്ജറ്റുകളിൽ കുറേയേറെ പ്രഖ്യാപനങ്ങളെല്ലാം വരാറുമുണ്ട്. എങ്കിലും ഇത്തവണത്തെ ബഡ്ജറ്റ് വരുമ്പോഴും കർഷകരുടെ പ്രതീക്ഷകൾക്കും ആഗ്രഹങ്ങൾക്കും ചിറകുമുളയ്ക്കുകയാണ്. ഏറ്റവും പ്രധാനമായി ഇന്ന് കാർഷിക മേഖലയിൽ നിലനിൽക്കുന്ന പ്രശ്നം കാലാവസ്ഥയിൽ വന്ന വലിയ വ്യതിയാനമാണ്. കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാൻ തക്കവണ്ണമുള്ള പദ്ധതികൾ ഇന്ന് യഥാർത്ഥത്തിൽ നടപ്പിലായി വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് യാതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ വിളകൾക്കുണ്ടാകുന്ന ദോഷവും വിളകൾക്കുണ്ടാകുന്ന നാശവും അതോടൊപ്പം തന്നെ ഉൽപ്പാദനത്തിലുണ്ടാകുന്ന കുറവും പരിഹരിക്കത്തക്ക രീതിയിലുള്ള ക്രമീകരണങ്ങളും കാലാവസ്ഥാ വ്യതിയാനത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനനുസരിച്ചുള്ള നടപടികൾ അതിനെ നേരിടാൻ തക്കവണ്ണമുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ കാർഷിക മേഖലയിൽ പ്രധാനമായും കർഷകർ ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയിൽ ആകമാനം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഓരോ നഗരങ്ങളും ഗ്രാമപ്രദേശങ്ങളും എല്ലാം ഓരോ സംസ്ഥാനങ്ങൾ തിരിഞ്ഞ് വെള്ളത്തിനടിയിലാവുന്ന കാഴ്ചയാണ്. ഇത്തവണ ഉണ്ടായ വെള്ളപ്പൊക്കത്തിലെ കെടുതികൾ ഡൽഹിയിലും ബോംബെയിലും മദ്രാസിലും എല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അടിക്കടി ഉണ്ടാകുന്ന വെള്ളപ്പൊക്കവും അതിനുശേഷമുണ്ടാകുന്ന പ്രശ്നങ്ങളും ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ കാർഷിക ആവശ്യത്തിനുള്ള ജലത്തിൻ്റെ ലഭ്യത ഇന്ന് കർഷകർക്ക് കൃത്യമായി കിട്ടുന്നില്ല എന്നുള്ളതാണ്. വെള്ളത്തെ ഹാർവെസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലഭ്യമാകുന്ന വെള്ളത്തെ കൃത്യമായി സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥമായ കൃഷിയിടങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന തരത്തിൽ ഉള്ള ജലവിതരണ സംവിധാനങ്ങൾ കർഷകർ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ കൊടിയ വേനൽ വരികയാണ്. തങ്ങളുടെ കൃഷിയിടങ്ങളെ സംരക്ഷിക്കാൻ കഴിയുന്ന തരത്തിൽ ജലം ലഭ്യമായ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് കേവലം 30% താഴെ മാത്രമാണ്. അപ്പോൾ ബാക്കി വരുന്ന 70% കർഷകരും അവരുടെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുന്നു, അതല്ലെങ്കിൽ ദൗർഭാഗ്യം കൊണ്ട് അവർ നശിക്കുന്നു എന്നുള്ള ഒരു തലത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇവിടെ കനാലുകളും അതുപോലെ തന്നെ മറ്റ് സപ്ലൈ ചെയ്യുന്ന മാർഗങ്ങളും ഉണ്ടെങ്കിലും കുറെ ഉള്ളവർക്ക് പോലും അതിനുള്ള വൈദ്യുതി ഫ്രീ ആയി കിട്ടണമെന്ന് കർഷകർ ആഗ്രഹിക്കുകയാണ്. വൈദ്യുതി ചാർജ് അടിക്കടി വർദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കാർഷിക മേഖലയിലെ പ്രവർത്തിക്കുന്ന കർഷക ഉൽപ്പാദന മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഫ്രീ ആയി കൊടുക്കുന്നതിനുള്ള ഒരു സംവിധാനം ഉണ്ടാകണം. ഉൽപ്പന്നങ്ങളുടെ വിലയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കർഷകർക്ക് എപ്പോഴും അവർ അനിശ്ചിതത്വത്തിലാണ്. ഏത് വില എപ്പോൾ ലഭിക്കുമെന്നുള്ളതിനെ സംബന്ധിച്ച് അവർക്ക് യാതൊരു ധാരണയുമില്ല. എന്നാൽ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളെ സംബന്ധിച്ചിടത്തോളം അവയ്ക്ക് വലിയ വൻകിട കമ്പനികൾ അവ ഏറ്റെടുത്ത് വാല്യൂ അഡീഷൻ വരുത്തി മുന്തിയ വില ലഭ്യമാകുന്ന ഒരു സംവിധാനം ഇന്ന് രാജ്യത്തുണ്ട്. ഇവിടെ ഏറ്റവും താഴെ തട്ടിൽ തന്നെ ഈ ഓരോ ഉൽപ്പന്നത്തിൻ്റെയും വാല്യൂ അഡീഷൻ നടപ്പാക്കാൻ കഴിയുന്ന തരത്തിൽ കർഷകരെ സജ്ജരാക്കേണ്ടതുണ്ട്. ഒരു സപ്ലൈ ചെയിൻ IT സംവിധാനത്തെ ക്രിയാത്മകമാക്കിക്കൊണ്ട് രാജ്യത്തുടനീളം ആരംഭിക്കണമെന്ന് കർഷകർ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഒരു കൃഷിയിടത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന കിഴങ്ങുവർഗ്ഗങ്ങളാകട്ടെ, നാണ്യവിളകളാകട്ടെ, സുഗന്ധവ്യഞ്ജനങ്ങളാകട്ടെ, അത് അവിടെ വെച്ച് തന്നെ വാല്യൂ അഡീഷൻ നടത്തി അത് പാക്ക് ചെയ്ത് ആ സാധനം വീട്ടിന് മുറ്റത്തു നിന്ന് തന്നെ വിപണിയിലേക്ക് പോകുന്ന ഒരു സംവിധാനത്തിൽ കഴിയുന്ന തരത്തിലേക്ക് നമുക്ക് നിലവിലുള്ള സംവിധാനത്തെ മാറ്റാൻ കഴിയും. അത് അടിയന്തരമായി കർഷകർ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യമാണ്. മറ്റൊന്ന് ഉൽപ്പന്നങ്ങളുടെ പ്രാഥമികമായ വിലയുമായി ബന്ധപ്പെട്ടാണ്. ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉൽപ്പന്നങ്ങൾക്ക് വില ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ ആ വില ഒരിക്കൽ നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ വർഷങ്ങളോളം അത് ആ വിലയെ സംബന്ധിച്ച് അതിന് മാറ്റം വരുത്താനോ മറ്റു കാര്യങ്ങൾക്കോ ഇന്ന് യാതൊരു സംവിധാനവുമില്ല. അതുകൊണ്ട് ഓരോ 3 മാസം കൂടുമ്പോഴും ഉൽപ്പന്നങ്ങളുടെ വിലയെ പുനർനിർണ്ണയം ചെയ്യുന്നതിന് പറ്റിയ ഏറ്റവും ക്രിയേറ്റീവായിട്ടുള്ള ഒരു സംവിധാനം രൂപപ്പെടണം. അത് മാൻഡേറ്ററി ആയി തന്നെ നടപ്പാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ ബോഡി അതിന് നിലവിൽ വരികയും അവർക്ക് പാർലമെന്റ് സമിതിക്ക് കിട്ടേണ്ട എല്ലാ അധികാരങ്ങളും കൊടുത്തുകൊണ്ട് ആ വില കൃത്യസമയത്ത് തന്നെ മാറ്റം വരുത്താനുള്ള ഒരു സംവിധാനവും കൂടി ഇന്ന് കർഷകർ ആഗ്രഹിക്കുകയാണ്. അതുപോലെ മിക്കവാറും വിളകൾക്കെല്ലാം ഇൻഷുറൻസ് പരിരക്ഷയുണ്ട്. പക്ഷേ ഇൻഷുറൻസ് പരിരക്ഷ അവലംബിച്ചിട്ടുള്ള കർഷകരുടെ എണ്ണം വളരെ കൂടുതലാണ്. ആ കാര്യത്തിലുള്ള അജ്ഞതയും അത് പ്രാവർത്തികമാക്കുന്നതിനുള്ള അവരുടെ ബുദ്ധിമുട്ടുകളും എല്ലാം നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. കർഷകരെ അതിനെ സജ്ജരാക്കി അവരുടെ വിള ഇൻഷുറൻസ് എന്നുള്ള ഇത് ഉൾപ്പെടാത്ത ഒരു കർഷകൻ പോലും ഇല്ലാത്തൊരു സാഹചര്യം ക്രമീകരിക്കുകയും അപ്രകാരം ഇൻഷുറൻസ് പരിധിയിൽ വരുന്ന കർഷകരെ സംബന്ധിച്ചിടത്തോളം ആ കർഷകർക്ക് ഇൻഷുറൻസ് തുക ലഭിക്കുന്നതിന് സമയബന്ധിതമായുള്ള സംവിധാനം അതിൻ്റെ നടപടികൾ സ്വീകരിക്കുകയും ബാങ്ക് അക്കൗണ്ടിൽ അവൻ്റെ പണം വരികയും ചെയ്യാനുള്ള സംവിധാനവും കൂടി ഉണ്ടാവണം. യുവസംരംഭകരിലൂടെയും അല്ലാതെയും വ്യാപാര വാണിജ്യ വ്യവസായ മേഖലയുടെ മുന്നേറ്റത്തിൽ മറ്റു രാജ്യങ്ങൾക്ക് മാതൃകയാണ് ഇന്ത്യ. രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ നിലനിർത്തുന്നതിൽ മറ്റൊരു മേഖലയായ വ്യാപാര വാണിജ്യ രംഗത്തിന് ഈ ബജറ്റിലുള്ള പ്രതീക്ഷകൾ വിവരിക്കുന്നു നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ മുൻ പ്രസിഡന്റും വ്യാപാരിയുമായ വിനോദ് നാരായണൻ. സർ,
ഇപ്രാവശ്യത്തെ ബജറ്റിലെ ടാക്സേഷൻ, GST തുടങ്ങിയവയിലൊക്കെ എന്ത് പ്രതീക്ഷയാണ് ഉള്ളത്? ഈ വർഷത്തെ യൂണിയൻ ബഡ്ജറ്റ് വളരെ പ്രതീക്ഷയോടെ കൂടിയിട്ടാണ് എല്ലാ വിഭാഗം ജനങ്ങളും ഉറ്റുനോക്കുന്നത്. അത് സാലറി ക്ലാസ് ആയാലും, MSMEs ആയാലും, അഗ്രികൾച്ചർ സെക്ടറിലുള്ള ആൾക്കാരായാലും, വലിയ വ്യവസായങ്ങൾ, അതൊക്കെ വലിയ മാറ്റങ്ങൾ ഈ വർഷം വരുന്നു ഉള്ളൊരു പ്രതീക്ഷയോടെ നോക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് സാധാ ജനങ്ങളുടെ കയ്യിൽ സ്പെൻഡിങ് പവർ കൂട്ടാൻ ഒതുക്കുന്ന പദ്ധതികളാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. അതിന് ഒന്ന് ചെയ്യേണ്ടത് ബേസിക് എക്സംഷൻ ലിമിറ്റ് ഒരു 12 ലക്ഷം രൂപയെങ്കിലും ആക്കിയിട്ട് ഉയർത്തണമെന്നാണ്. കാരണം ഈ എക്സംഷൻ ലിമിറ്റ് കുറേ വർഷങ്ങളായിട്ട് ചെറിയ രീതിയിൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു മണി വാല്യൂ ഡിക്രീസ് ചെയ്യുന്നതിന് കണക്കായിട്ടുള്ള ഒരു തോതിലല്ല ഈ എക്സംഷൻ ലിമിറ്റ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഡിക്രീസ് ചെയ്യുക. അതുപോലെ GST ഒന്ന് റാഷണലൈസ് ചെയ്തിട്ട് GST റേറ്റ് കുറച്ചും കൂടി കുറഞ്ഞിട്ട് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് 10 to 12% കൊണ്ടുവന്നാൽ ഒരു വലിയ രീതിയിലുള്ള GST കളക്ഷൻ തന്നെ ഇൻക്രീസ് ആവുന്നതാണ് ഞങ്ങൾക്കൊക്കെ തോന്നുന്നത്. പിന്നെ ഈ പാർട്ട്ണർഷിപ്പ്, ഈ ചെറുകിട വ്യവസായങ്ങൾ, അതുപോലെ ചെറുകിട വ്യാപാരം, ഇതൊക്കെ പാർട്ട്ണർഷിപ്പ് ഫേംസ് ആയിരിക്കും. ഇപ്പോൾ കമ്പനീസിനാണെങ്കിൽ ഇൻകം ടാക്സ് 22% ഉള്ളൂ, പക്ഷേ പാർട്ട്ണർഷിപ്പ് ഫേംസ് 30% കൊടുക്കണം. ഇത് പാർട്ട്ണർഷിപ്പ് ഫേംസിനും ഒരു കമ്പനിയുടെ ലെവലിലേക്ക് 22% തന്നെ ഇൻകം ടാക്സ് കൊണ്ടുവരണം എന്നാണ് ഒരു ആഗ്രഹം ഉള്ളത്. എംപ്ലോയ്മെന്റ് ജനറേഷൻ, ഇതിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, എല്ലാ ജില്ലകളും ഒരു സെന്റർ ഫോർ ഒരു സ്പെസിഫിക് ഇൻഡസ്ട്രീസിന്റെ ഒരു സെന്ററാക്കി പ്രഖ്യാപനം നടത്തുക. അതിലേക്ക് രീതിയിലുള്ള ഇൻസെന്റീവ്സ്, കോമൺ ഫെസിലിറ്റീസ്, ഇതൊക്കെ അവിടെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഒരു ചെറിയ കാലം കൊണ്ട് തന്നെ ഓരോ ജില്ലയും ഒരു പ്രത്യേക ഉൽപ്പന്നത്തിന്റെ ഒരു കേന്ദ്രമാക്കി മാറ്റുക. ഇതുവഴി വലിയ രീതിയിലുള്ള എംപ്ലോയ്മെന്റ് ജനറേഷൻ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. വലിയ രീതിയിലുള്ള എക്സ്പോർട്ട് ഇവിടുന്ന് ഉണ്ടാക്കാൻ സാധിക്കും. ഒരു ഷോർട്ട് ടേമിൽ തന്നെ വലിയ മാറ്റം വരുത്താൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ ഞങ്ങളൊക്കെ ജീവിക്കുന്നത് ഇപ്പം ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതുപോലെ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന്റെ ഒരു ഇറയിലാണ്. ഇതിൽ ഒന്ന് ചെയ്യേണ്ടത്, ഒരു ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ട്. ഇന്ന് നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ തന്നെ അവയർനെസ് ഇല്ലാത്ത വലിയ വിഭാഗം ജനങ്ങളുണ്ട്. അപ്പൊ അവരിലേക്ക് കൂടി ഒരു ഡിജിറ്റലൈസേഷന്റെ കാര്യങ്ങളും അവർക്ക് എങ്ങനെ ഇതൊക്കെ ചെയ്യേണ്ടതെന്നും എങ്ങനെ ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നൊക്കെ ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ അവയർനെസ് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ. അതുപോലെ തീർച്ചയായും ഇതിന് കൂടുതൽ റിസർച്ച് നടത്തിക്കൊണ്ട് നമ്മുടെ വ്യവസായങ്ങൾക്കും ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്കീംസ് കൊണ്ടുവരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഈ MSMEs, അതുപോലെ ചെറുകിട വ്യാപാരികൾ, ഇവർക്കുള്ള ഇവരുടെ ക്യാഷ് ഫ്ലോ, അതുപോലെ ഒരു ഫൈനാൻഷ്യൽ സപ്പോർട്ട് നല്ല രീതിയിൽ, കാരണം മാർക്കറ്റ് വൻകിട വ്യാപാരങ്ങൾക്ക് വരുമ്പോൾ തുടച്ചു നീക്കപ്പെടുകയാണ് ചെറുകിട വ്യാപാരികൾ. അപ്പൊ ഇവരെ സപ്പോർട്ട് ചെയ്താൽ ഇവർക്കൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇൻസെന്റീവ്സും അല്ലെങ്കിൽ ഒരു ലിബറൽ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ അസിസ്റ്റൻസും ഇവർക്ക് പ്രഖ്യാപിക്കണം. പിന്നെ കണ്ടിന്യൂസ് സപ്പോർട്ട്, ഇൻഫ്രാസ്ട്രക്ചർ, റോഡ്സ്, റെയിൽവേ കണക്ടിവിറ്റി, ഇതൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അത് കുറച്ചും കൂടി അഗ്രസീവായിട്ട് അതിലേക്ക് ഒരു ഫോക്കസ് കൊടുക്കുക. അപ്പോൾ തീർച്ചയായും അതുവഴി വലിയ രീതിയിലുള്ള ഒരു എംപ്ലോയ്മെന്റ് ജനറേഷനും ഡിമാൻഡും നമുക്ക് ഇവിടെ കൂട്ടാൻ സാധിക്കുന്നുണ്ട്. അത് കുറച്ചും കൂടി അഗ്രസീവായിട്ട് പോകണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ബഡ്ജറ്റിൽ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. വിവിധ മേഖലയിലെ വിദഗ്ധർ വരാനിരിക്കുന്ന ബജറ്റിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ പങ്കുവച്ച ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് ഇവിടെ അവസാനിക്കുന്നു. വിലയേറിയ അഭിപ്രായങ്ങൾ പങ്കുവച്ച എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. ഏകോപനം മയൂഷ AM.